കാസർഗോഡ് റെയിൽവേ പാളത്തിൽ കല്ലുവെച്ച സംഭവത്തിലും വന്ദേ ഭാരത് ട്രെയിനിന് കല്ലെറിഞ്ഞ സംഭവത്തിലും കേസെടുത്ത റെയിൽവേ പോലീസ്. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെയാണ് പിടികൂടിയത്. RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ 17 വയസ്സുകാരനടക്കം അറസ്റ്റിലായത്. പുലർച്ചെയാണ് പ്രതി കളനാട് റെയിൽവേ പാലത്തിൽ കല്ലുകൾ വെച്ചത്. അമൃതസർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ കല്ലുകൾ പൊടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 21-കാരനായ പത്തനംതിട്ട വയല സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് പിടിയിലായത്. ഇയാൾ ജോലി അന്വേഷിച്ച് കാസർഗോഡ് എത്തുകയായിരുന്നുവെന്ന് RPF അറിയിച്ചു. അതിൽ ക്രിമിനൽ ഇന്റലിജൻസ് ഒന്നുമില്ല, അവർക്ക് ഒരു കോൺഫിഡൻസി അങ്ങനെയുള്ളതൊന്നുമില്ല. എന്നാൽ കൂടെ അവർ കല്ല് വെച്ചാൽ എന്താവും ഉള്ളത്, സൗണ്ട് വരുന്നു. അങ്ങനെയുള്ള വീട് വിട്ടിറങ്ങിയിട്ട് 3 ദിവസമായി. ചങ്ങനാശ്ശേരി പത്തനംതിട്ട സ്വദേശികളാണ്. അവരിവിടെ വന്നിട്ട് 3 ദിവസമായി. അങ്ങനെ കറങ്ങി ഇറങ്ങുന്നു, ട്രാക്കിലൂടെ നടന്ന് അവിടെ എത്തിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ സംഭവത്തിലാണ് 17-കാരൻ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് ബേക്കൽ പൂച്ചക്കാട് വെച്ച് കല്ലേറാക്രമണം ഉണ്ടായത്. ഇതിൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ചില്ല് പൊട്ടിയിരുന്നു. ട്രെയിനിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. അതേസമയം തുടരെയുള്ള ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ RPFും പോലീസും റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രാക്ക് പെട്രോളിംഗ് ശക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.